പരിസ്ഥിതി സുസ്ഥിര വികസന പ്രദർശനമേളയോടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങൾക്ക് അമൃതപുരിയിൽ തുടക്കമായി. അമൃതവർഷം 72 എന്ന പേരിലാണ് ഇത്തവണ ജന്മദിനാഘോഷ പരിപാടികൾ നടക്കുക. സെപ്റ്റംബർ 27 നടക്കുന്ന ആഘോഷ പരിപാടിയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ഒരു ലോകം ഒരേ ഹൃദയമെന്ന പ്രദർശനമേളയ്ക്കാണ് ഇന്ന് തുടക്കമായത്. മാതാ അമൃതാനന്ദമയി മഠം നടപ്പാക്കുന്ന നിരവധി പദ്ധതികളുടെ പ്രദർശനമാണ് ഇവിടെയുള്ളത്. മേളയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി MLA CR മഹേഷ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രശാന്ത് നായർ IAS സുസ്ഥിര വികസന സന്ദേശം നൽകി. ചടങ്ങിൽ സ്വാമി തപസ്യാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ നാട് ലോകത്തിന്റെ തന്നെ പരിച്ഛേദമായി മാറുകയാണെന്ന് CR മഹേഷ് MLA പറഞ്ഞു. അമ്മയുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് 27-ാം തീയതി ഞങ്ങളുടെ നാട് ലോകത്തിൻ്റെ തന്നെ പരിച്ഛേദമായി മാറുകയാണ്. ഇത്തവണ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തനം ഒരു എക്സിബിഷനിലൂടെ, ഒരു പ്രദർശനത്തിലൂടെ ആളുകൾക്ക് വന്ന് കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നിർവൃതി അടയുന്നതിനും വേണ്ടുന്ന വിധത്തിൽ ഒരു എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അമൃതവർഷം 72 എന്ന പേരിൽ 27 നടക്കുന്ന ജന്മദിനാഘോഷ പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് അമൃതപുരിയിൽ നടക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രമുഖർ എത്തിച്ചേരും. അന്നേ ദിവസം പുലർച്ചെ ഗണപതി ഹോമത്തിന് ശേഷം ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം, പ്രസാദ വിതരണം തുടങ്ങി കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. സേവന പദ്ധതികളുടെ പ്രഖ്യാപനം, അമൃതകീർത്തി പുരസ്കാരദാനം, യുനെസ്കോ ചെയറിന്റെ പ്രഖ്യാപനം, പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം തുടങ്ങിയവയുമുണ്ടാകും. ഏകദേശം 1 ലക്ഷം പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന രീതിയിലാണ് പന്തലൊരുങ്ങുന്നത്. പിറന്നാൾ ദിനത്തിൽ ലോകമെമ്പാടു നിന്നും എത്തുന്നവർക്ക് വേണ്ടി താമസം, ഭക്ഷണം, കുടിവെള്ളം, അടിയന്തര വൈദ്യസഹായം എന്നിവയടക്കമുള്ള സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ജനം, കൊല്ലം.